അങ്ങനെ നമ്മൾ ആ കാഴ്ച വീണ്ടും കണ്ടു. മനസ്സ് കുളിർക്കെ നമ്മളത് ആസ്വദിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അവർ വീണ്ടും ഒന്നിച്ചു. സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഒരേ വേദിയിലിരുന്ന് കുശലം പറയുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തുറന്നടിച്ച് സംസാരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബും രമേശ് ചെന്നിത്തലയും ഹൈദരലി ശിഹാബ് തങ്ങളും കപിൽ സിബലുമൊക്കെ ഒരേ വേദിയിൽ ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നു. കോഴിക്കോട്ടെ കടപ്പുറത്തെ ഇളകിമറിച്ച UDFന്റെ മലബാർ മേഖല പൗരത്വ ഭേദഗതിക്കെതിരെയുള്ള മഹാസമ്മേളനം കൈയടിക്കുകയാണ് രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ. കപിൽ സിബൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ജനക്കൂട്ടത്തെ കണ്ട് അമ്പരന്നു പോയിരിക്കുന്നു. ഇത് എന്നെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ജനക്കൂട്ടമാണ്, അതും മലബാർ മേഖലയിലെ മാത്രം. അദ്ദേഹം അവിടെ നിന്ന് തന്നെ പ്രഖ്യാപിച്ചു, ഈ കാണുന്ന അറബിക്കടലിലേക്ക് പൗരത്വ ഭേദഗതി നിയമം വലിച്ചെറിയുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് രാജ്യം കണ്ട ഏറ്റവും ശക്തനായ അഭിഭാഷകൻ കപിൽ സിബൽ വിളിച്ചു പറയുമ്പോൾ അതേ വേദിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് മറ്റൊരു മുഖമായിരുന്നു. കാലങ്ങളായി ആശയ പ്രശ്നങ്ങൾ കൊണ്ട് മാറി നിന്നവർ, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി അടങ്ങുന്ന വിവിധ മുസ്ലിം മതസംഘടനകൾ, അവരൊക്കെ ഒരേ വേദിയിൽ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളുമൊക്കെ ഒരേ വേദിയിലിരുന്ന് പരസ്പരം ചിരിക്കുന്നതും പരസ്പരം സംസാരിക്കുന്നതും കാണുമ്പോൾ രാജ്യത്തെ മുസ്ലിം മതവിശ്വാസികൾക്ക്, മതേതരത്വ മതവിശ്വാസികൾക്ക് ഒരു പുതിയ പ്രതീക്ഷ അതിലൂടെ ലഭിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. രാജ്യത്ത് നോട്ട് നിരോധനമുണ്ടായി. അന്നാരും ഇതേപോലെ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറായില്ല. അത് കഴിഞ്ഞ് മനുഷ്യരെ പച്ചക്ക് വേട്ടയാടിക്കൊന്നു. അന്നാരും ഇതേപോലെ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറായില്ല. കർഷകർ രാജ്യത്ത് വലിയ തോതിൽ ആത്മഹത്യ ചെയ്തു. അന്നാരും ഇതേ രീതിയിൽ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറായില്ല. രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യം പിടിക്കപ്പെട്ടു. നിരവധി പേർക്ക് തൊഴിലുകൾ നഷ്ടപ്പെട്ടു. അന്നാരും ഇതേപോലെ ഒരു വേദി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നില്ല. അന്നാരെങ്കിലും ഇതേപോലെ ഒരു വേദി സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ, ഇതേപോലെ തുറന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ, ഇതേപോലെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം ഇന്ന് അവർ കൊണ്ടുവരില്ലായിരുന്നു. പക്ഷേ അന്ന് അത് ആ നാട്ടുകാരുടെ പ്രശ്നം, അത് ഇന്ന തൊഴിലാളികളുടെ പ്രശ്നം, അത് പണമുള്ളവരുടെ പ്രശ്നം എന്ന് പറഞ്ഞ പലതിനെയും ഒതുക്കിക്കളഞ്ഞപ്പോൾ ഇന്ന് അത് നിങ്ങളുടെ ഞങ്ങളുടെ പ്രശ്നമായി മാറിയപ്പോൾ നിങ്ങളൊക്കെ ഒന്നിച്ചു നിന്നു. ഒരുപാട് മുൻപേ ചിന്തിക്കപ്പെടേണ്ട വസ്തുതയായിരുന്നു. എന്നാലും വൈകി വന്ന ഈ വിവേകത്തിന് സെല്യൂട്ട് അടിക്കുകയാണ്. ഒരു വേദിയിലിരുന്നല്ലോ കപിൽ സിബൽ തുറന്നടിച്ച് പറഞ്ഞ കാര്യമുണ്ട്. നിങ്ങൾ തന്നെയാണ് എൻ്റെ പ്രതീക്ഷ, ഈ ജനക്കൂട്ടം തന്നെയാണ് എൻ്റെ ആർജവം. നിങ്ങൾ കൂടെയുണ്ടാകുമ്പോൾ തീർച്ചയായും സുപ്രീം കോടതിയിൽ പൊരുതാൻ എനിക്കൊരു പ്രത്യേക ഊർജം ലഭിക്കുമെന്ന് കപിൽ സിബൽ കോഴിക്കോട് കടപ്പുറത്തിനെ സാക്ഷ്യപ്പെടുത്തി തുറന്നു പറയുമ്പോൾ നമുക്കൊക്കെ ഒരു പ്രതീക്ഷയാണ്. കേരളത്തിൻ്റെ മണ്ണിൽ പ്രതിപക്ഷവും ഭരണപക്ഷവുമൊക്കെ തോളോട് തോള് ചേർന്ന് നിൽക്കുന്നു പൗരത്വ ഭേദഗതി വിഷയത്തിൽ. കാലങ്ങളായി തെറ്റിപ്പിരിഞ്ഞിരുന്ന മുസ്ലിം മത സംഘടനകളിലുള്ള പലരും ഇന്ന് ഒരുമിച്ച് നിൽക്കുന്നു. ഇത് ഒരു വലിയ പ്രതീക്ഷയാണ്. ഏതൊരു അമിത്ഷയെയും പിടിച്ചുകെട്ടാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് പറയുന്ന ഒരു വലിയ പ്രതീക്ഷ, ഒരു വലിയ മുഖം. ആ മുഖം എന്നും നിലനിൽക്കട്ടെ. കേരളത്തിൻ്റെ മതേതരത്വത്തിന് മുന്നിൽ സംഘപരിവാർ പേടിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭയമാണ് ഈ മുസ്ലിം മത സംഘടനകളിലുള്ള ആളുകൾ ഒന്നിച്ച വിഷയം. കാരണം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ചെയ്തത് എന്താണ്? ഇന്ത്യയിലേക്ക് അവർ വരികയും മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കൾക്കിടയിലും ഒരു വിവേചനമുണ്ടാക്കി ഒരു വൻമതിൽ പണിയുകയും അവിടെ വർഗീയത സൃഷ്ടിക്കുകയുമാണ് ബ്രിട്ടീഷുകാർ ചെയ്തത്. അതേ രീതിയാണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം RSS ഇന്ത്യയിൽ ചെയ്യുന്നുള്ളത്. ഹിന്ദുവിനെയും മുസൽമാനെയും മാറ്റി നിർത്തുന്നു.
ഒപ്പം മറ്റൊരു കാര്യവും RSS ചെയ്തു. മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കാൻ RSS ശ്രമിച്ചു. അത് ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആശയപരമായി വ്യത്യാസമുള്ളവർക്ക് രാഷ്ട്രീയപരമായി ചില സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ആ സഹായങ്ങളിലൂടെ അവർ ഞങ്ങളുടെ ഭാഗത്താണെന്ന് മറ്റുള്ളവർക്ക് തെളിയിച്ചു കൊടുക്കുന്ന രീതിയിൽ അവർ പ്രചരണങ്ങൾ രഹസ്യമായി അഴിച്ചുവിട്ടു. നിരവധി ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ആ കാഴ്ചപ്പാടുകളെയും അത്തരത്തിലുള്ള RSSന്റെ നീക്കങ്ങളെയും ഒറ്റ നിമിഷത്തിൽ പൊളിച്ചെഴുതാൻ അമിത്ഷായുടെ പൗരത്വ ഭേദഗതി നിയമത്തിന് സാധിച്ചു. സാധിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജിഫ്രി തങ്ങളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഒരേ വേദി പങ്കിട്ടുകൊണ്ട് പൗരത്വ ഭേദഗതിക്കെതിരെ സംസാരിച്ചത്. ഇത് പുതിയ ഒരു മുഖമാണ്. ഈ മുഖം എന്നും നിലനിൽക്കട്ടെ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.